ഹായ്, നമുക്കിന്ന് ദേ ഈ ഒരു കമ്മൽ ചെയ്താലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു OHP ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു പേപ്പർ കിട്ടും OHP ഷീറ്റിൻ്റെ കൂടെ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദേ അതിൻ്റെ മേലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒരു ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ദേ ഇതുപോലെ ആ ഒരു ഡിസൈനിലൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ദേ ഇതുപോലെ ഒരു റൗണ്ടിൻ്റെ ഒരു 90%ഓളം ഒട്ടിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം, അത് വേറൊരു ഡിസൈൻ ആവും എന്ന് മാത്രം. അപ്പോൾ ദേ ഇതുപോലെ നല്ല ബ്ലൂ കളറല്ലേ, ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണേ. ഒക്കെ ഒരുപോലെ അല്ലേ എന്നുള്ള ഒന്ന് നോക്കി അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കേട്ടോ, നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ ആണ്, നമ്മൾ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ സ്റ്റോൺസാണേ. ഇതിൻ്റെ താഴെയുള്ള ഒരു സൈസും കൂടെ ഉണ്ട്, പക്ഷേ ഞാൻ വലുതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ദേ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒരു സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പൊക്കെ കളഞ്ഞൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് കളയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നീറ്റായിട്ടുള്ളൊരു ലുക്ക് കിട്ടും, പിന്നെ കാണാനും ഒരു നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇതാക്കിയിട്ട് വേണ്ട സൈസ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് നോക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള വൈറ്റ് കളർ കുന്തൻ സ്റ്റോണാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ കുന്തൻ സ്റ്റോൺ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. ഭയങ്കര ലാഭത്തിലാണ് എനിക്ക് കിട്ടിയത്. എനിക്കിവിടെ കുന്തൻ സ്റ്റോൺ ഒരു പാക്കറ്റ് 20 രൂപയൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മീഷോന്ന് നല്ല ലാഭത്തിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് സ്റ്റഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് കുന്തൻ സ്റ്റോൺ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ അവിടെ ഒട്ടിച്ചത് വലുതാണ്, ഇവിടെ ചെറുതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഇലയുടെ ഡിസൈൻ മാതിരി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ബ്ലൂ കളർ കുന്തൻ സ്റ്റോൺ. അപ്പോൾ കണ്ടോ, ഇത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേണ്ടത് ഐപ്പിന്നാണ്. ഐപ്പിൻ ഇതുപോലെ ഇതാക്കിയിട്ട് ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡും അതുപോലെ വൈറ്റ് കളർ ഒരു ബീഡുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ബ്ലൂ കളർ ബീഡ് ഇട്ടു, പിന്നെ വൈറ്റ് ഇട്ടു, പിന്നെ ബ്ലൂ ഇട്ടു. എന്നിട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് അധികം ഹാങ്ങിങ്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഹാങ്ങിങ് പോർഷനിലേക്ക് കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഗ്യാപ്പ് സ്റ്റോൺസ് നോക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് അധികം കൂടാതെ നല്ല ഭംഗിക്ക് തന്നെ കിട്ടും. ഒരേപോലെ ആകുമ്പോഴല്ലേ കാണാനൊരു ഭംഗി. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റഡ് പോർഷനും ഹാങ്ങിങ് പോർഷനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സ്റ്റഡിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റഡിലേക്ക് ഇങ്ങനെ ആ ഒരു റൗണ്ട് കാണുന്ന രീതിക്കാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് രീതിക്ക് വേണം നമ്മൾ ഹാങ്ങിങ് പോർഷൻ്റെ മുകളിൽ വെക്കാൻ. അതായത് കണ്ടോ, വീഡിയോയിൽ കാണുന്ന മാതിരി ആ ഒരു റൗണ്ട് ഷേപ്പ് കാണുന്നില്ല ഐപ്പിൻ്റെ, അതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റഡിൻ്റെ മുകളിലേക്ക് സ്റ്റഡ് ബേസും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവാൻ വിടാം. അത് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലയർ വെച്ചിട്ട് ആ ഒരു ഐപ്പിനൊന്ന് ഇളക്കിയെടുക്കല്ല, ഒന്ന് ഗ്യാപ്പ് വരുത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ളൊരു കമ്മലാട്ടോ. ഇങ്ങനത്തെ കമ്മലിടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി കമ്മലാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.